ഓണം ഇങ്ങടുത്തിരിക്കെ ഓണത്തെ വരവേൽക്കാൻ തയ്യാറാണെന്നാണ് നമ്മുടെ ഭക്ഷ്യമന്ത്രി ജി.ആർ. അനിൽ പറഞ്ഞിരിക്കുന്നത്. പൊതുവിപണിയിലെ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിനാവശ്യമായ നടപടികളെല്ലാം സ്വീകരിച്ചതായും ഓണം ഫെയറുകളിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ നമ്മുടെ കേരളത്തിലുള്ള ഓരോരുത്തരെയും കാത്തിരിക്കുന്നത് വിവിധ ഓഫറുകളാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഈ മാസം 25-ന് സപ്ലൈകോയുടെ ഓണം ഫെയറുകൾക്ക് സംസ്ഥാനത്ത് തുടക്കമാകും. എല്ലാ ഉൽപ്പന്നങ്ങളും പരമാവധി വില കുറച്ചും ഓഫറിലൂടെയും സപ്ലൈകോ ഔട്ട്ലെറ്റിലൂടെ യഥേഷ്ടം നൽകാനുള്ള നടപടികൾ ആയിക്കഴിഞ്ഞു. ഒരാശങ്കയും മലയാളിക്ക് വേണ്ട. ഓണനാളുകളിൽ ആവശ്യാനുസൃതമായ ഉൽപ്പന്നങ്ങൾ സപ്ലൈകോ ഔട്ട്ലെറ്റിൽ ലഭ്യമാക്കും. വെളിച്ചെണ്ണയെപ്പോലെ തന്നെ അരിയുടെ വില വർധന ഉണ്ടാകാതിരിക്കാൻ അരി വിപുലമായ രീതിയിൽ വ്യാപകമായി റേഷൻ കാർഡുകാർക്ക് കൊടുക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്നും 20 കിലോ അരി 25 രൂപയ്ക്ക് നൽകാൻ ഇപ്പോൾ ലഭിക്കുന്ന 8 കിലോ അരിക്ക് പുറമെ ആ സൗകര്യം ഏർപ്പെടുത്തുകയാണ്. അതുപോലെ റേഷൻ ഷോപ്പുകളിൽ നിന്നും അധികമായി 10/90-ന് 10 കിലോ 15 കിലോ 5 കിലോ വിവിധ നിറം കാർഡുകാർക്ക് ആ നിലയിൽ നൽകുകയാണ്. ഇങ്ങനെ ഉള്ള സൗകര്യം ഒരുക്കുന്നതിലൂടെ അരിയുടെ വില നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും. സാരംഗുണ്ട് വിശദാംശങ്ങളുമായി. സാരംഗ് നമ്മളോടൊപ്പം ചേരുകയാണ്. സാരംഗ്, കൃത്യമായ രീതിയിൽ ഈ ഒരു ഓണത്തെ വരവേൽക്കുവാൻ എല്ലാവിധ കാര്യങ്ങളും തയ്യാറാക്കിയിരിക്കുകയാണ് ഭക്ഷ്യമന്ത്രി. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ആത്മവിശ്വാസമുണ്ട്. നമുക്കറിയാം, ഓണമാണ്, എല്ലാവർക്കും സന്തോഷം നൽകുന്നൊരു സമയമാണ്. എന്നാൽ ഈ വിലക്കയറ്റം, വിപണിയിലെ വിലക്കയറ്റം വളരെയധികം നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോഴാണ് ഇത്തരത്തിൽ സഹായ സഹകരണങ്ങളെല്ലാം വാഗ്ദാനം ചെയ്ത് കൃത്യമായ പ്ലാനിങ്ങോടെ ഭക്ഷ്യവകുപ്പ് നമ്മളോടൊപ്പം നിൽക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ. തീർച്ചയായും സിന്ധൂരി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഓണത്തിന് മുന്നോടിയായിട്ട് തന്നെ സപ്ലൈകോ വകുപ്പും അതുപോലെ തന്നെ സിവിൽ സപ്ലൈസ് വകുപ്പും സപ്ലൈകോയും പൂർണ്ണമായിട്ടും സജ്ജമായി എന്ന് തന്നെയാണ് മന്ത്രി ജി.ആർ. അനിൽ അറിയിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ എല്ലാ ഭക്ഷ്യവസ്തുക്കളും, അതായത് അരി ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും, ഓണത്തിന് വേണ്ട എല്ലാ സാധനങ്ങളും സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകളിൽ എത്തിച്ചിട്ടുണ്ട്. വിപുലമായ സജ്ജീകരണങ്ങളൊക്കെ തന്നെയാണ് നടക്കുന്നത്. പൊതുവിപണിയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് എല്ലാ സാധനങ്ങളും ഇത്തരത്തിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്നതാണ് സംസ്ഥാന സർക്കാരിൻ്റെയും അതുപോലെ തന്നെ ഭക്ഷ്യവകുപ്പിൻ്റെയും ശ്രമം. അത് ഏതാണ്ട് പൂർത്തീകരിച്ച അവസ്ഥയിലാണ് എത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ വേണ്ട നടപടികളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രത്യേകത, ഈ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഓഫറുകളും ഇത്തവണത്തെ ഔട്ട്ലെറ്റുകളിലൂടെ, സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെ ഒരുക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വിപുലമായ സജ്ജീകരണങ്ങൾ തന്നെയാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. അരി ഉൾപ്പെടെയുള്ള എല്ലാ വസ്തുക്കളുടെയും വില കുറവുണ്ടാകും. വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ വസ്തുക്കളുടെ വില കുറവുണ്ടാകും. പിന്നെ പ്രധാനമായും മറ്റൊരു കാരണം അല്ലെങ്കിൽ മറ്റൊരു പ്രതിസന്ധി, ഈ ഓണനാളുകളിൽ പ്രധാനമായും ആളുകൾ നേരിട്ടൊരു പ്രതിസന്ധി വെളിച്ചെണ്ണയുടെ വിലക്കയറ്റമാണ്. അത്തരത്തിൽ വെളിച്ചെണ്ണയുടെ വിലക്കയറ്റത്തിനും വേണ്ട, അതായത് വിലക്കുറവ് നിയന്ത്രിക്കുന്നതിനും വേണ്ട നടപടികളൊക്കെ തന്നെ സംസ്ഥാന സർക്കാരും ഭക്ഷ്യവകുപ്പും സ്വീകരിച്ചിട്ടുണ്ട്. ഇതിന് മുന്നോടിയായിട്ട് തന്നെ സംസ്ഥാനത്ത് വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിച്ച് വിതരണം നടത്തുന്ന സംരംഭകരുമായി, ഏതാണ്ട് 50-ലേറെ സംരംഭകരുമായി സംസ്ഥാന സർക്കാർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു, ചർച്ചകൾ നടത്തിയിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് ഓണനാളുകളിൽ, ഓണത്തോടനുബന്ധിച്ച് ഇത്തരത്തിൽ വെളിച്ചെണ്ണ നിലവിലെ വിലയേക്കാൾ വീണ്ടും കുറയുമെന്ന് ഇവർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ബൃഹത്തായ പദ്ധതിക്കാണ് സംസ്ഥാന സർക്കാർ തുടക്കം കുറിക്കുന്നത്. ഇത്തരത്തിൽ വെളിച്ചെണ്ണയുടെ വിലവർധനവ് സ്ഥിരമായിട്ട് നിയന്ത്രിക്കാൻ, അല്ലെങ്കിൽ അതൊരു ശാശ്വതമായൊരു പരിഹാരം കാണുന്നതിന് വേണ്ടി സംസ്ഥാനത്തെ കൃഷി വകുപ്പും അതുപോലെ തന്നെ ഭക്ഷ്യവകുപ്പും ചേർന്ന് വലിയൊരു പദ്ധതിക്ക് തന്നെ തുടക്കമാകുന്നുണ്ട്. അത് കേര ഫണ്ടിനെ കൂടി ഭാഗമാക്കിക്കൊണ്ടാണ് നടക്കുന്നത്. സംസ്ഥാനത്ത് കൃഷി ചെയ്തെടുക്കുന്ന നാളികേരം ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള മായമില്ലാത്ത അല്ലെങ്കിൽ വിഷരഹിതമായ വെളിച്ചെണ്ണ സംസ്ഥാനത്ത് തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് സംസ്ഥാന സർക്കാർ ഈ വെളിച്ചെണ്ണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ നടത്തുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ വില കുറഞ്ഞ ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടായിരിക്കും. എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കി ഈ മാസം 25-നാണ് സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിച്ചു തുടങ്ങുന്നത്. സിന്ധൂരി. സാരംഗ്, വിലക്കുറവ് മാത്രമല്ല, ഭക്ഷ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് കൈ നിറയെ സമ്മാനങ്ങളും, അത്തരത്തിലുള്ള ധാരാളം സമ്മാനങ്ങളും ഈ ഒരു ചന്തകളിൽ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ സമ്മാനങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചൊരു ധാരണയായിട്ടുണ്ടോ?
തീർച്ചയായും അത്തരത്തിലുള്ള സമ്മാനങ്ങളെ കുറിച്ചിട്ടുള്ള ധാരണകളായിട്ടില്ല. പ്രധാനമായും ഒരുപാട് ഓഫറുകൾ ഉണ്ടെന്നായിരിക്കും. അത് ഈ വാങ്ങുന്ന വിലയ്ക്കനുസരിച്ചുള്ള ഓഫറുകളായിരിക്കാനാണ് സാധ്യത എന്ന് മനസ്സിലാക്കുന്നത്. പ്രധാനമായും ഔട്ട്ലെറ്റുകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്ന എല്ലാവർക്കും ഇത്തരത്തിൽ ഓഫറുകൾ ഉണ്ടായിരിക്കും. അതൊരു പക്ഷേ കൂടുതൽ ഐറ്റങ്ങൾ അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയായിരിക്കും. അതുപോലെ തന്നെ നിരവധി സമ്മാനങ്ങളും ഒരുപക്ഷെ ഉണ്ടായിരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തിനാലും ഉപഭോക്താക്കൾക്ക് കൈ നിറഞ്ഞ് സാധനങ്ങൾ വാങ്ങിച്ച് കൊണ്ടുപോകാനുള്ള എല്ലാ അവസരങ്ങളും ഒരുക്കുമെന്ന് തന്നെയാണ് മന്ത്രി അറിയിച്ചിട്ടുള്ളത്. അത് പൊതുവിപണിയേക്കാൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് കൈ നിറയെ സാധനങ്ങളുമായിട്ട് ഓണം ആഘോഷിക്കാനുള്ള എല്ലാ അവസരവും സംസ്ഥാന സർക്കാർ ഒരുക്കുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. സിന്ധൂരി, വ്യക്തമാണ് സാരംഗ്, വളരെയധികം നന്ദി. അപ്പോൾ എന്തായാലും സാരംഗ് പറഞ്ഞ പോലെ വൻ ഓഫറുകളാണ് ഭക്ഷ്യമന്ത്രി ഈ ഒരു ഓണക്കാലത്ത് ഓരോരുത്തർക്കുമായി ഒരുക്കിയിരിക്കുന്നത്. വിപണിയിലെ വില കൂടുതലുകളൊന്നും നമ്മളെ ബാധിക്കാത്ത രീതിയിൽ സന്തോഷത്തോടെ ഓണം ആഘോഷിക്കുവാനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും എല്ലാ ആസൂത്രണങ്ങളും ഇവിടെ തയ്യാറാണ്. ഇന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. സാരംഗാണ് വിശദാംശങ്ങൾ നൽകിയത്.